ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പൊക്കെ ഒന്ന് കുറയ്ക്കാനും അതും ചോറിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ പ്ലേറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഈവൻ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന റെസിപ്പി കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ അരക്കപ്പ് ബാർലി നന്നായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഡ്രെയിൻ ചെയ്ത ബാർലി ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുപ്പും വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബാർലിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോകേണ്ട, ചോറ് വേവുന്ന പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇവിടെ നമ്മൾ ബാർലി വേവിച്ച വെള്ളം കളയുന്നില്ല. ഒരുപാട് പോഷകങ്ങളുള്ള ഈ ബാർലി വെള്ളം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു എനർജി ഡ്രിങ്ക് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത ബാർലി വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് ആവശ്യമായ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. കൂടാതെ ഈ ഡ്രിങ്ക് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകാനും ബോഡി ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി ഇരുത്താനും ഒപ്പം ഫൈബർ അടങ്ങിയ ബാർലിയുടെ ഗുണങ്ങൾ ലഭിക്കാനും വെയിറ്റ് ലോസിനും ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. നമ്മുടെ ഹെൽത്തി മീൽ തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് ആവശ്യമായ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒനിയൻ കൂടെ ചേർത്ത് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ ഒരു വറ്റൽമുളകും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ബോയിൽഡ് കോണ്, ഗ്രീൻ പീസ് ഒക്കെയാണ്. ഇനി നമ്മുടെ മീലിന് ഹൈ പ്രോട്ടീൻ കിട്ടാനായിട്ട് കുറച്ച് വേവിച്ച വെള്ളക്കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളക്കടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചുമന്ന കടലയും എടുക്കാവുന്നതാണ്. മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ബാർലി വെച്ചിട്ടുള്ള ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. വേവിച്ചെടുത്ത ബാർലി കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബാർലിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇതൊരു ഹോൾ ഗ്രെയിൻ ആയതുകൊണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വയറ് കൂടുതൽ നേരം നിറഞ്ഞിരിക്കാനും വെയിറ്റ് ലോസിനും ഒപ്പം ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനി അല്പം ഹെൽത്തി ഫാറ്റ്സ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല, കാരണം നമ്മുടെ കാലറി കൂടും. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബാർലി മീൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫൈബറും പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വയറ് കൂടുതൽ നേരം നിറഞ്ഞിരിക്കാനും ഒപ്പം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിശപ്പ് കുറയ്ക്കാനും വെയിറ്റ് കൺട്രോളിനും ഇത് പെർഫെക്റ്റ് മീൽ കൂടിയാണ്. പ്രത്യേകിച്ചും ഇത് നിങ്ങൾക്ക് പോസ്റ്റ് വർക്കൗട്ട് ഫുഡായിട്ടോ കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന പെർഫെക്റ്റ് ഫില്ലിംഗ് കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.